താമരശ്ശേരിയിൽ MDMA വിഴുങ്ങി ചികിത്സയിലുള്ള ഫായിസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. MDMA കൈവശം വെച്ചതിനാണ് കേസ്. ഫായിസിന്റെ ഉള്ളിൽ നിന്നും MDMA പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ ചെറിയ തരികളായി പല ഭാഗങ്ങളിലാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ. അസ്ലം, ഈ ഫായിസിന്റെ സ്കാനിങ്ങിൽ എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത്? ഇത് ആർത്ഥത്തിൽ മുഴുവനായി പുറത്തെടുക്കൽ സാധ്യമല്ലേ? ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഫായിസിന്റെ കാര്യത്തിൽ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഫായിസിന്റെ ചികിത്സ നടക്കുന്നത്. ഇതിൽ ഇതുവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ തരികളായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. മാത്രമല്ല ഇന്നലെ പലപ്പോഴും തൊണ്ടയിൽ കൂടിയും മറ്റുമൊക്കെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഫായിസ് ഡോക്ടർമാരോട് സഹകരിച്ചില്ല എന്നും പറയുന്നുണ്ട്. അതേസമയം ചെറിയ അളവിലുള്ള MDMA ആയതിനാൽ തന്നെ വലിയ ഒരു ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട അവസ്ഥ ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഫായിസിനെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും ഡോക്ടർമാർ നടത്തുന്നതായാലും ശസ്ത്രക്രിയയൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല. അതേസമയം തന്നെ ഫായിസിനെ MDMA കൈവശം വെച്ചതിന് താമരശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. NDPS ആക്ട് 22B വകുപ്പ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ അത് ഫായിസിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് 1.17 ഗ്രാം MDMA മാത്രമാണ്. അതായത് അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ല, ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതിനനുസരിച്ചുള്ള വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രി വിട്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഏറെക്കുറെ ഇനി MDMA ഒന്നീ പുറത്തെടുക്കുകയോ അല്ലെങ്കിൽ അത് പ്രശ്നമില്ലാത്ത രീതിയിൽ ഡോക്ടർമാർ വിധിയെഴുതുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും.